നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 414. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 24-ാം അധ്യായത്തിൽ 60-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം 60. യത്രേദം വ്യജതേ വിശ്വം വിശ്വസ്മിന്നവഭാതിയത് തത്വം ബ്രഹ്മപരം ജ്യോതിർ ആകാശം ഇവ വിസ്തൃതം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, യാതൊന്നിൽ ഈ ലോകം പ്രകാശിക്കുന്നു, ബ്രഹ്മത്തിലാണ് പ്രകാശിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ബ്രഹ്മമില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ യാതൊന്നിൽ ഈ ലോകം പ്രകാശിക്കുന്നു, വിശ്വത്തിൽ യാതൊന്ന് വിളങ്ങുന്നു, ഉത്കൃഷ്ട പ്രകാശരൂപവും ആകാശം എന്ന പോലെ വ്യാപകവുമായ ആ ബ്രഹ്മം ആണ് നിന്തിരോടി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമി എന്ന് മനസ്സിലാക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ചിത്തത്തിൽ സ്ഫുരിക്കുന്ന തത്വജ്ഞാനം ഏത് വിധമാണെന്ന് കാണിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു മനുഷ്യരുടെയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട് ചിത്തത്തിൽ സ്ഫുരിക്കുന്ന തത്വജ്ഞാനം ഏത് വിധമാണെന്ന് കാണിക്കുന്നു. എങ്ങനെയാണത് എന്ന് പറയുന്നത്, ഏതൊന്നിൽ ഈ കാണപ്പെടുന്ന ലോകം വിളങ്ങുന്നുവോ, ഈ ലോകത്തിൽ യാതൊന്ന് അന്തര്യാമിയായിട്ട് ശോഭിക്കുന്നുവോ, സ്വയമേവ പ്രകാശിച്ചും ആകാശം പോലെ ഉള്ളിലും പുറത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മം നിന്തിരുവടിയാകുന്നുവെന്ന് ഭക്തനായ മുനി ചിത്തരംഗത്തിൽ കാണുന്നു. അതായത് എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത്, എന്താണ് കാണാൻ അനുഭവിക്കുന്നത്, അതിനാണ് ഈ കാണുക എന്ന് പറയുന്നത്. അനുഭവമാണ്, അനുഭവിക്കണതിനെയാണ് കാണുക എന്നുള്ള പറയുന്നത്. അപ്പോൾ ഇതിനേക്കാൾ എന്താ പറയുക, ഡെലിഗേറ്റായിട്ടുള്ള ഒരു ധവളപത്രം ഈ വേദാന്തത്തിനെ പറ്റി വേറെ പറയാനില്ല. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. അതാണ് 1000 സൂര്യനെ കാട്ടിത്തരുന്നത് എന്ന് പറഞ്ഞാൽ, അവരവരുടെ ഒരു 80-84 വയസ്സ് വരെയുള്ള കാലത്ത് നമുക്ക് സൂര്യനെ കാട്ടിത്തരുന്നല്ലോ, ഇല്ലേ? അതന്നെ. അപ്പോൾ ഇനി 61-ാമത്തെ ശ്ലോകം. യോ മായായേദം പുരൂരുപായാസ്യജത് ബിഭർത്തി ഭൂയക്ഷവയത്യവിക്രിയ യദ്ഭേദബുദ്ധി സദിവാത്മദുസ്തയാ ത്വം ആത്മതന്ത്രം ഭഗവൻ പ്രദീമഹി. ജ്ഞാനസ്വരൂപ, ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയവനെ ആത്മാവിൽ സ്വകാര്യം നടത്തുവാൻ അശക്തനും, ആത്മാവിൽ സ്വകാര്യം നടത്തുവാൻ അശക്തനും അനന്തരൂപത്തോടു കൂടിയതുമായ മായ കൊണ്ട് യാതൊരുവൻ ഇതിനെ സൃഷ്ടിച്ച് ഭരിക്കുന്നു, നശിപ്പിക്കുന്നു, പിന്നെയും ഇങ്ങനെ ചെയ്യുന്നു. അതായത് സൃഷ്ടിക്കുക, പരിപാലിക്കുക, നശിപ്പിക്കുക, സൃഷ്ടിക്കുക, പരിപാലിക്കുക, നശിപ്പിക്കുക. അപ്പോൾ വികാരമില്ലാത്തവനായിരിക്കുന്നു. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്ക് സത്യത്തിൽ വല്ല വികാരമുണ്ടോ? ഇല്ല. യാതൊന്നിൽ ഭേദബുദ്ധിയോടുകൂടിയ ജനം സത്തെന്ന പോലെ കാണുന്നു, സത്തെന്ന പോലെ കാണുന്നു. അപ്പോൾ പറയണു, ആ ആത്മതന്ത്രനായിട്ട് ഞങ്ങൾ അറിയുന്നു. ആ ആത്മതന്ത്രൻ, തന്ത്രം എന്ന് പറയുന്നത് അർത്ഥം താന്ത്രികം എന്നൊക്കെ പറയില്ലേ, അതന്നെ സൂത്രം എന്നൊക്കെ പറയും. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അതെങ്ങനെ? ഭഗവാൻ ലോകസ്വരൂപനായിട്ട് വിളങ്ങുന്നുവെന്ന് സ്തുതിച്ചതിനാൽ
ലോകത്തിൻ്റെ ഉപദാന കാരണം ഭഗവാനാണെന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. കാണപ്പെടുന്നതൊക്കെ ഈശ്വരനാണ്. അപ്പോൾ ഈ ശ്ലോകം കൊണ്ട് ലോകത്തിൻ്റെ നിമിത്ത കാരണം ഭഗവാൻ തന്നെ എന്ന് കാണിക്കുന്നു. ഹേ ഭഗവൻ, നാനാരൂപങ്ങളായി പരിണമിക്കുവാൻ സമർത്ഥനായിരിക്കുന്ന ത്രിഗുണാത്മികയായ ഈ മായ എന്താണ്? ത്രിഗുണാത്മികയാണ്. എന്നാൽ ഭഗവാനോ ഈ 3 ഗുണത്തിനും അതീതനാണ്, ഉയരത്തിലാണ്, മേലെയാണ്. അപ്പോൾ ബ്രഹ്മവാദി സ്വരൂപനായിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും വിഷ്ണുവാദി സ്വരൂപനായിട്ട് രക്ഷിക്കുകയും രുദ്രാദി സ്വരൂപനായിട്ട് സംഹരിക്കുകയും ചെയ്യുന്നുവോ? ഈ സൃഷ്ട്യാദി വ്യാപാരങ്ങളാൽ യാതൊരു വികാരത്തെയും പ്രാപിക്കാതെ എന്നും സ്വതന്ത്രനായിരിക്കുന്ന ആ പരമപുരുഷൻ, അതായത് സൃഷ്ടിയും പരിപാലനവും ലയനവും നടത്തുന്നുണ്ടെങ്കിലും അത് ഭഗവാന് ബാധകമല്ല. ഭഗവാൻ ജനിക്കണമില്ല, ഭഗവാനെ ആരും പരിപാലിക്കണില്ല, ഭഗവാൻ ഒന്നിനും ലയിക്കണമില്ല. അപ്പോൾ നിന്തിരുവടി തന്നെ എന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാമായി പരിണമിപ്പാൻ സമർത്ഥനായിരിക്കുന്നുവെങ്കിലും മായയ്ക്ക് ആത്മസ്വരൂപനായ നിന്തിരുവടിയിൽ വികാരത്തെ ജനിപ്പിക്കുവാൻ സാമർത്ഥ്യമില്ലാത്തത് കൊണ്ട് നിന്തിരുവടി നിത്യാനന്ദ സ്വരൂപനായിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിത്യാനന്ദ സ്വരൂപം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാം, പ്രൊവൈഡഡ് നമ്മൾ മായയിൽ കുടുങ്ങാതിരുന്നാൽ മതി. മായയിൽ കുടുങ്ങിയാൽ രക്ഷയില്ല. അപ്പോൾ ഇതരന്മാരായ ജീവാത്മാക്കളാകട്ടെ മായയുടെ വ്യാപ്തി നിമിത്തം ഈ ലോകത്തെ നിന്തിരുവടിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന സൽപദാർത്ഥമായിട്ട് ധരിക്കുന്നു. അതും ഭഗവാൻ തന്നെയാണ്, ഭിന്നല്ല എന്നർത്ഥം. ഭിന്നമായിരിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് അവർ നിത്യവും ദുഃഖികളായിട്ടിരിക്കുന്നു. ഈ ദുഃഖത്തിന് കാരണം എന്താ? പ്രപഞ്ചത്തെ സത്യമാണെന്ന് കാണുന്നു. മിഥ്യയായി കാണേണ്ടതിന് പകരം സത്യമായിട്ട് കണ്ടു പ്രപഞ്ചത്തെ. അപ്പോൾ നേരെ മറിച്ച് ഉള്ളിലുള്ള അന്തര്യാമി സത്തയെ സത്യമായി കാണുന്നതിന് പകരം അത് മിഥ്യയായിട്ടും കാണുന്നു. അതറിയണില്ല അവർക്ക്. അടുത്ത ശ്ലോകം 62. ക്രിയാകലാപൈരിതമേവ യോഗിന സർദ്വാനിതാ സാധു യജന്തി സിദ്ധയേ ഭൂതേന്ദ്രിയാന്തകരണോപലക്ഷിതം വേദേ ച തന്ത്രേ ചതയേവ ഗോവിദ. എന്താ അതിനർത്ഥം പറയാ? വേദത്തിലും തന്ത്രത്തിലും സമർത്ഥന്മാർ അവർ തന്നെ യാതൊരു യോഗികൾ ശ്രദ്ധായുക്തന്മാരായിട്ട് ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം എന്നിവയാൽ ഉപലക്ഷിക്കപ്പെടുന്നതായ, അതായത് ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 10 15, ഈ 4 19. അതാണ് 5 5 5 + 4. അപ്പോൾ എത്ര? 15 4 19. അപ്പോൾ ഈ രൂപത്തെ തന്നെ സിദ്ധിക്കായിക്കൊണ്ട് അനേക വ്യാപാരങ്ങളാൽ വിഹിതമായി പൂജിക്കുന്നുവോ? അല്ലേ? അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഇനി ഭാവാർത്ഥത്തിൽ പറയുന്നത്. പരമശ്രേയസ്സിനെ സാധിപ്പിക്കുന്നതായ ഭക്തിയെ ആശ്രയിച്ചിരിക്കുന്ന യാതൊരു യോഗികൾ ഈ സ്വരൂപത്തെ തന്നെ ധ്യാനം, സേവ, സ്തുതി, നമസ്കാരം എന്നീ പലവിധ വ്യാപാരങ്ങളാൽ വേണ്ട പോലെ സേവിക്കുന്നുവോ അവർ തന്നെ വേദത്തിലും തന്ത്രത്തിലും പറഞ്ഞിരിക്കുന്ന സാരാംശത്തെ ധരിച്ചിരിക്കുന്ന തത്വജ്ഞന്മാർ അങ്ങയുടെ സൽഭാവത്തെ അവർ എങ്ങനെ ധരിക്കുന്നുവെന്നാൽ, എങ്ങനെയാണ് അവരറിയണത്? ജഡങ്ങളായ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധകരണവും അവയുടെ വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്നത് പ്രേരകനായ അങ്ങയുടെ സാന്നിധ്യം നിമിത്തമാകയാൽ അങ്ങ് സർവത്ര നിറഞ്ഞിരിക്കുന്ന പരമചൈതന്യമാണെന്ന് അനുമാനത്താൽ അറിഞ്ഞിട്ട് അങ്ങയെ നിരന്തരം സേവിക്കുന്നു.
സത്സംഗം നിമിത്തം ലഭിക്കുന്ന ഭക്തി തന്നെ പരമശ്രേയസിനെ സാധിപ്പിക്കുന്ന മുഖ്യ സാധനം എന്ന് സിദ്ധാന്തിപ്പിച്ചുകൂടെ. 63. ത്വം ഏക ആദ്യ പുരുഷ സുപ്തശക്തിസ്തയാ രജസത്തതമോ വിഭിദ്യതേ മഹാനഹം ഘം മരുദഗ്നിവാർധരാ സുരർഷയോ ഭൂതഗണായിതം യഥാ. ഇതാണ് ശ്ലോകം. നിന്തിരുവടി ഏകൻ, ലയിച്ചിരിക്കുന്ന ശക്തിയോടുകൂടിയ ആദിയിലുള്ള പുരുഷൻ ആ ശക്തിയാൽ രജസ്, തമസ്, സത്വം എന്നിവ ഭിന്നങ്ങളാകുന്നു. മഹത്വത്വം, അഹങ്കാരതത്വം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവ ദേവന്മാർ, പ്രാണിവർഗങ്ങൾ ഇത് യാതൊന്നിൽ നിന്നുണ്ടായി. ഇതെല്ലാം ഉണ്ടായത് എവിടെ നിന്നാ? ഭഗവാനിൽ നിന്ന്. ഭഗവാനില്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ജീവാത്മാവിൻ്റെയും പരമാത്മാവായ ഭഗവാന്റെയും വ്യത്യാസത്തെ കാണിപ്പാനായിട്ട് സൃഷ്ടിപ്രകാരത്തെ വർണ്ണിക്കുന്നു. എന്താ? അതായത് ജീവാത്മാവ് പരിതപിക്കണു, പരമാത്മാവ് പരിതാപങ്ങളെ മാറ്റണു. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പറയണു, ആദിയിൽ നിന്തിരുവടി ഏകനായിരിക്കുന്ന പുരുഷൻ മാത്രമാണുള്ളത്. ലോകാകാരമായി തീരുവാൻ സമർത്ഥയായ അങ്ങയുടെ ആ മായ ശക്തിയാകട്ടെ അങ്ങയിൽ ലയിച്ചിരിക്കുന്നു. പിന്നെ ആ ശക്തിയിൽ അടങ്ങിയിരിക്കുന്ന രജസ്, സത്വം, തമസ് എന്ന 3 ഗുണങ്ങൾ വേർതിരിഞ്ഞ് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നു. വേർതിരിഞ്ഞ് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നു. അപ്പോൾ ഇതിന് ഗുണക്ഷോഭം എന്ന് പേർ. ഗുണങ്ങൾ ക്ഷോഭിക്കുക എന്ന് പേർ. ഇത് നിമിത്തം ഈ കാണപ്പെടുന്ന ലോകത്തിൻ്റെ നിർമ്മാണത്തിന് ആദികാരണ ദ്രവ്യമായിരിക്കുന്ന മഹത്തത്വം, അഹങ്കാരതത്വം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന തത്വങ്ങളും ദേവന്മാർ, ഋഷികൾ, പ്രാണിവർഗങ്ങൾ എന്നീ സൃഷ്ടികളും അവയുടെ വാസസ്ഥാനമാകുന്ന ഈ ലോകവും ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ നിന്തിരുവടി ഏകൻ ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 64-ാമത്തെ ശ്ലോകമാണ്. ഈ ചതുർത്ഥ സ്കന്ധത്തിലെ 24-ാമത്തെ 72 ശ്ലോകങ്ങളുണ്ട്. വലിയൊരു അധ്യായമാണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? സൃഷ്ടം സ്വശക്തിയോദമനുപ്രവേഷ്ട ചതുർവിധം പുരമാത്മാംശകേന അധോ വിദുസ്തം പുരുഷം സന്തമന്ധർഭുക്തേ ഋഷികേർമധു സാരഘം യാം. തൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട 4 വിധത്തിലിരിക്കുന്ന ഈ പുരത്തെ, ഈ ശരീരത്തെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ശരീരത്തെ ആത്മാവിൻ്റെ അംശത്താൽ അനുപ്രവേശിച്ചവനായിട്ട്, അതായത് ഈ ഒരു മാംസപിണ്ഡം അതിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം ഇറങ്ങി. എന്നിട്ടോ യാതൊരുവൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തേനീച്ചകളുണ്ടാക്കിയ തേനിനെ ഭുജിക്കുന്നു. അന്തർഭാഗത്തിലിരിക്കുന്ന ആ പുരുഷനെ അനന്തരം അറിയുന്നു. അതായത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിയാം. അപ്പോൾ പുരം ഭഗവാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിലുള്ള ചൈതന്യം ഭഗവാൻ തന്നെയാണ്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഈ ഭാവാർത്ഥം ശ്രദ്ധിക്കേണ്ട വേണം. സ്വശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജരായുജം, അണ്ടജം, സ്വേദജം, ഉൽബിജം എന്ന ഭേദത്താൽ, അതായത് യോനിജന്മാരെ അണ്ടത്തിൽ നിന്ന് വരുന്നത്, വിയർപ്പിൽ നിന്ന് വരുന്നത് സ്വേദജം, പിന്നെ കൊമ്പ് കുത്തിയിട്ട് കൊമ്പിൽ നിന്ന് ഉൽപ്പന്നമായിട്ട് വൃക്ഷമായി തീരുന്നത്. അപ്പോൾ പിന്നെ ജരായുജം, അണ്ടജം, സ്വേദജം, ഉൽബിജം എന്ന ഭേദത്താൽ 4 വിധമിരിക്കുന്ന ശരീരങ്ങളിൽ ഭഗവാൻ ആത്മാംശത്താൽ ജീവനായിട്ടും അന്തര്യാമിയായിട്ടും പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ അതാണ് രണ്ടും ഭഗവാൻ തന്നെയാണ്. ജീവാത്മാവും ഭഗവാനാണ്, അന്തര്യാമം ഭഗവാനാണ്. അപ്പോൾ ജീവാത്മാവ്
ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയുക എന്നുള്ള പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് അറിവ്. അറിയുക എന്നുള്ള ക്രിയയുടെ ധാതുവാണ് അറിവ്. ആ അറിവുണ്ടായാൽ തത്വജ്ഞാനായി. അപ്പോൾ ആരും അന്യരല്ല, എല്ലാം ഏക ഉദര സഹോദരന്മാരാണ് എന്നുള്ള അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യങ്ങൾ മനസ്സിലാക്കിയ കൂട്ടത്തിലായി. അപ്പോൾ അതിൽ ജീവൻ തേനീച്ചകൾ ശേഖരിച്ചുണ്ടാക്കിയ തേൻ എന്ന പോലെ നിസ്സാരങ്ങളായും തുച്ഛങ്ങളായും ക്ഷണികങ്ങളായും ഇരിക്കുന്ന വിഷയസുഖങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന മുഖങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നിത്യാനന്ദ സ്വരൂപത്തിൽ അന്തർഭാഗത്തിൽ വിളങ്ങുന്ന അന്തര്യാമിയെ തത്വജ്ഞന്മാർ പരമപുരുഷനായിട്ടറിയുകയും ചെയ്യുന്നു. അവരാണ് തത്വജ്ഞാനികൾ. ജീവൻ തൻ്റെ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവാംശത്തെ, ഈ ജീവനും പരബ്രഹ്മത്തിൻ്റെ അംശമാണ്, അന്തര്യാമിയോ അതെ. ആ അന്തര്യാമിയെ ഉള്ളിലിരിക്കുന്ന ജീവൻ അറിഞ്ഞാൽ സർവജ്ഞ വീണം കയറി എവിടെ എത്തി? സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് എത്തി. ഇല്ലെങ്കിൽ എത്താൻ പറ്റില്ല. പുനരഭിജനനം പുനരഭിമരണമായി. അപ്പോൾ ഇങ്ങനെ ജീവരൂപേണ വിഷയസുഖങ്ങളെ ഇന്ദ്രിയദ്വാര ഭുജിക്കുന്നവൻ ജനന മരണങ്ങൾക്ക് അധീനന്മാരായിട്ടിരിക്കുന്നു. വൈരാഗ്യഭക്തി സഹിതന്മാരായിട്ട് അന്തര്യാമിയെ അറിയുന്നവർ ജീവൻ മുക്തന്മാരുമാകുന്നു. ഈശ്വരൻ നിത്യമുക്തനാണ്. അവിദ്യാസംബന്ധം ബന്ധത്തിനും വിദ്യാസംബന്ധം മുക്തിക്കും കാരണമാകുന്നു. ഇതാണ് ഇതിൻ്റെ എന്താണെന്നാ പറയുക, ഹാർട്ട് ഈ സബ്ജക്റ്റിൻ്റെ. മനസ്സിലായില്ലേ? അപ്പോൾ പേജ് എന്താണെന്നാ പറയുക, പേജ് 515 ശ്രദ്ധിക്കുന്ന വേണം. 515. എന്നിട്ട് അവിദ്യ വിദ്യ എന്ന ഭേദം നിമിത്തം ജീവൻ ഈശ്വരൻ എന്ന വ്യവഹാരം ഏർപ്പെട്ടിരിക്കുന്നു. രണ്ടിൻ്റെയും ലയത്തിൽ ഭഗവാൻ ഏകൻ മാത്രം നിത്യാനന്ദ സ്വരൂപനായിട്ട് നിരന്തരം വിളങ്ങുന്നു എന്നുള്ള പരമാർത്ഥത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇതിൽ 64-ാമത്തെ ശ്ലോകം എല്ലാറ്റിൻ്റെയും നാരായവേരാണ്. ജീവനും ഭഗവാനാണ്, അന്തര്യാമിയും ഭഗവാനാണ്. പക്ഷേ ജീവൻ എപ്പോൾ അന്തര്യാമിയെ മനസ്സിലാക്കണം, അപ്പോൾ ജീവൻ ആരായി? ബ്രഹ്മായി. സോ ക്ലീൻ ബോൾഡാണ്. മനസ്സിലായില്ലേ? 65-ാമത്തെ ശ്ലോകം നോക്കുക. സയേഷ ലോകാൻ അതിചണ്ഡവേഗോ വികർഷസിത്വം ഖലു കാലയാനാം ഭൂതാനി ഭൂതൈരനുമേയതത്വോ ഘനാവലീർ വായുരിവ വിക്ഷഹ്യഃ. അതായത് ഈ അങ്ങ് അതായത് അവിടെയുള്ള അന്തര്യാമി ഈ ജീവൻ അങ്ങാണ്. എന്നുള്ളത് ദൂരത്തെയും ഈ എന്നുള്ളത് അടുപ്പത്തെയും കാണിക്കണം. അപ്പോൾ ഉഗ്രമായ വേഗത്തോടു കൂടിയവനായിട്ട് ഭൂതങ്ങളെ കൊണ്ട് അസഹ്യനായ കാറ്റ് മേഘനിരകളെ എന്ന പോലെ ചലിപ്പിക്കുന്നവനായിട്ടും അനുമാനിപ്പാൻ യോഗ്യമായ തത്വത്തോടു കൂടിയവനായിട്ടും, അത് അതിലേറെ ഗംഭീരമാണ്. അനുമാനം ലോകങ്ങളെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു. ലോകങ്ങളെ സൃഷ്ടിച്ച് ജീവരൂപേണ അതിൽ വസിക്കുന്ന നിന്തിരുവടി തന്നെ ആരാലും തടുക്കുവാൻ കഴിയാത്ത ഗതിവേഗത്തോടു കൂടിയ കാലസ്വരൂപനായിട്ട് ലോകങ്ങളെയും ഭൂതങ്ങളെയും പ്രാണിവർഗങ്ങളെയും ഭൂതങ്ങളെ കൊണ്ട് തന്നെ അഗ്നി ജലം മുതലായ പഞ്ചഭൂതങ്ങളെ കൊണ്ടും വാതപിത്ത കഫങ്ങൾ എന്ന് പറയപ്പെടുന്ന ത്രിദോഷങ്ങളെ കൊണ്ടും നശിപ്പിക്കുന്നു. ഭഗവാൻ തന്നെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ വാദം പിത്തം കഫം ത്രിദോഷങ്ങളെ കൊണ്ടാണ് നമുക്ക് പ്രായം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ രഹസ്യം എന്താ? ആദ്യം മുതൽക്ക് അവസാനം വരെ ഈ ത്രിദോഷങ്ങളെ കൊണ്ട്
പരവശം എടുപ്പിക്കാതെ ഇരിക്കലാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പം ഇത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഇത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതെന്ന അർത്ഥം. ബാക്കി ഇതിൻ്റെ മുമ്പൊരു ധർമ്മം ഉണ്ടായിട്ടില്ല, സനാതനധർമ്മം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സനാതനധർമ്മം മാത്രമേ ഈ ലോകത്ത്, അതും ഭാരതത്തിൽ ഉടലെടുത്തതാണ്. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഭാരതത്തെ മറ്റുള്ളവർ ഉറ്റുനോക്കാനുള്ള കാരണം, ഭാരതത്തിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ള തത്വജ്ഞാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് എന്തു പറയണോ, മേഘങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത ശക്തിയോടുകൂടിയ ചണ്ഡമാരുതൻ മേഘനിരകളെ അടിച്ചു പറപ്പിക്കുന്നത് പോലെ നിന്തിരുവടി സകല ഭൂതങ്ങളെയും 4 ഭാഗത്തും ചലിപ്പിച്ച് നശിപ്പിക്കുന്നു. ഇപ്രകാരം നിന്തിരുവടിയെ സാധാരണ കാണുന്നില്ല. തത്വജ്ഞന്മാർ അങ്ങയുടെ ആ ശക്തിയെ നശിപ്പിക്കുവാനുള്ള സാമർഥ്യത്തെ ഊഹത്താൽ അറിയുന്നതേയുള്ളൂ. കാണാത്തതാണ്, പക്ഷെ ഊഹിക്കാം. ഇനി 66, 66, 67 രണ്ടും ഇവിടെ കാണുന്നുണ്ട്. 4 വരി ശ്ലോകങ്ങളാണ് ഇതിൻ്റെ മുമ്പത്തെ പോലെ. പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം ത്വം അപ്രമത്ത സഹസാഭിപദ്യസേ ചുല്ലേലിലഘാനോ അഹിരിവാഘും മന്ദകാം. അതായത് വിഷയങ്ങളിൽ അധികാംക്ഷയുള്ളവനും അത്യന്തം വർദ്ധിച്ചു വരുന്ന ലോഭത്തോടു കൂടിയവനും ഇത് ചെയ്യത്തക്കത് എന്ന വിചാരത്താൽ, അതായത് ഏതിനെ സ്വീകരിക്കണം ഏതിനെ സ്വീകരിക്കരുത് എന്ന വിചാരം കൊണ്ട് ഏതിനെ ഉൾക്കൊള്ളണമോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും പ്രമാദത്തോടു കൂടിയിരിക്കുന്നവനെ സാവധാനവും അന്തം വരുത്തുന്നവനുമായ അങ്ങ് ചുത്തുകൊണ്ട് കോർവായകളെ നാവുകൊണ്ട് നക്കുന്ന സർപ്പം എലി എന്ന പോലെ പെട്ടെന്ന് പ്രാപിക്കുന്നു. ഈ ഇടജന്തുക്കൾ എലിയെ എത്ര വേഗം ഗ്രസിക്കുന്നു, അതേപോലെ ചണ്ടവേഗൻ പ്രാണൻ നമ്മളെ വിട്ടു പോകണു എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം അറിയണം. എന്താ അത്? ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ അതിതാൽപര്യമുള്ളവനും ഈ പ്രവൃത്തി ചെയ്താൽ ഈ സുഖം സിദ്ധിക്കും എന്നിങ്ങനെയുള്ള ചിന്തയിൽ മുങ്ങിക്കിടക്കുകയാൽ സർവത്തെയും സംഹരിക്കുന്ന കാലസ്വരൂപനായ നിന്തിരുവടിയെപ്പറ്റി സ്മരിപ്പാൻ പോലും അവസരം ലഭിക്കാതെ. എന്താ അങ്ങനെ പറയാൻ കാരണം? എത്രത്തോളം ഭൗതികതയിൽ ആഴണു അത്രത്തോളം ഡിവൈൻ ക്യാരക്ടർ നമുക്ക് നഷ്ടം വരും. എത്രത്തോളം ഡിവൈൻ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം ഭൗതിക ചിന്തയിൽ നിന്ന് മനസ്സ് വേർപെടും. അപ്പം അതാണ് അനശ്വരത്വത്തെ തരുള്ളൂ, മറ്റത് നശ്വരാണ്. അപ്പോൾ ഒരു സുഖം സിദ്ധിച്ചു കഴിഞ്ഞ ഉടനെ മറ്റൊരു സുഖത്തെ ആഗ്രഹിക്കുന്ന ലോഭാവേശത്താൽ ഏറ്റവും പ്രവർത്തനായും ഇരിക്കുന്നവനെ, ഇത്തരക്കാരടങ്ങിയിരിക്കുന്ന ലോകത്തെ അവൻ്റെ കർമ്മവാസനാക്ഷണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന അന്തകസ്വരൂപനായ നിന്തിരുവടി ഭക്ഷണപദാർത്ഥങ്ങളെ ശേഖരിച്ചു വയ്ക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് മാളത്തിനുള്ളിലേക്ക് പാഞ്ഞു പോകുന്ന എലിയെ മാർഗമധ്യത്തിൽ വെച്ച് കണ്ടുമുട്ടിയ വിശന്നു കുഴങ്ങുന്ന സർപ്പം തൻ്റെ ആഹാരമാക്കി തീർക്കുന്ന പോലെ വിചാരിക്കാതിരിക്കുന്ന സമയത്തിൽ നശിപ്പിക്കുന്നവനായി അരികത്ത് ചെന്ന് ചേരുന്നു. ഐ ആം ത്രിൽഡ്. അതായത് മേലൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസം വരികയാണ്. കാരണം ആ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? മാളത്തിലേക്ക് കട്ടും മുടിപ്പിച്ചും കൊണ്ടുവരുന്ന ധാന്യങ്ങളെ ഒരു കൂട്ടി സുഖമായി ജീവിക്കാം എന്ന്
ആഗ്രഹിക്കുന്ന എലിനെ ആണ് ഇവിടെ മനുഷ്യനായിട്ട് കണക്കാക്കുന്നത്. ശരിയല്ലേ? ജോലിയുള്ള സമയം പെൻഷനായി പിന്നെയും എന്താ സൂക്ഷിക്കുന്നത്? മക്കൾക്ക് വേണ്ടി എന്തൊക്കെയോ സൂക്ഷിക്കണു. അതാ പറയണത്. അപ്പോൾ ഈശ്വരനെ സ്മരിക്കാനും കൂടി സമയം ഉണ്ടാവണില്ല അത്തരക്കാർക്കെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ എലി മാളത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ വിശപ്പ് സഹിക്കാത്ത കാലസർപ്പം ആ എലിയെ പിടിച്ച് ആഹരിക്കണം. അപ്പോൾ ആ എലിയുടെ കുട്ടികളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമ്മളെന്ത് വേണം? ജന്മമെടുത്തു, ബാലാവസ്ഥയായി, 6, 8, 10, 12 വയസ്സ് തന്നെ ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചാൽ ഈ എലീനെ പോലെ സ്വത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ഭൂതത്താനെ പോലെ ആവാതെ കണ്ട് സഹജീവികളിൽ പ്രേമത്തോടുകൂടി അവരുടെ അത്യാവശ്യമായ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ നമ്മളാൽ ഉപകരിക്കപ്പെട്ടാൽ നമ്മൾക്ക് വൈകുണ്ഠത്തിലേക്കുള്ള വഴി സുഗമമായി. അല്ലെങ്കിൽ ഈ എലിയെ പോലെ നമ്മൾ സ്വയം കാലസർപ്പത്തിൻ്റെ ഉള്ളിൽ പോയി വീഴും. ഇത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരകാരുണ്യം വേണം. ഇത് സ്വയം അറിയാൻ സാധിക്കുന്നതാണ് ഈശ്വരകാരുണ്യം. അപ്പോൾ അത് നമ്മൾ സ്വയം സൂക്ഷിക്കാണ്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് ഈ തന്ത്രം, ഈ സൂത്രം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഇവിടെ ഈ ചതുർത്ഥ സ്കന്ധത്തിൽ 24-ാം അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞ് നമ്മളെ ബോധിപ്പിച്ചിട്ടുള്ളത്. ഇനി 67-ാമത്തെ ശ്ലോകം. കസ്ത്വൽപദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവമാനാവ്യയമാനകേതന വിശങ്കയാസ്മൽ ഗുരുരർച്ചിതസ്മയ വിനോപപത്തിം മനവശ്ചതുർദശാം. അങ്ങയെ അവമാനിക്കുന്നതിനാൽ വിറയ്ക്കുന്ന ശരീരത്തോടു കൂടിയ ഏതൊരു വിദ്വാൻ അങ്ങയുടെ പാദപത്മത്തെ ഉപേക്ഷിക്കും. ഞങ്ങളുടെ യാതൊന്നിനെ ഭയം ഹേതുവായിട്ട് പൂജിക്കുന്നു. ദൃഢമായ നിശ്ചയം കൂടാതെയും മനുക്കൾ പൂജിക്കുന്നു. 14 മനുക്കൾ പൂജിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ എന്താണെന്നാ പറയുക, തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പ്രജകളെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള തന്ത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവരെ തന്നെയാണ് സാക്ഷാൽ പരമശിവൻ വഴി തടഞ്ഞ് ശ്രീഹരിയുടെ പ്രസാദം ഉണ്ടായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ ഈ കഥ ഭാരതവാസികളല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട്, ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഹേ ഭഗവൻ, നിന്തിരുവടിയെ ആദരിക്കാതിരിക്കുന്നവരെല്ലാവരും നാശത്തിന് അധീനന്മാരാണെന്ന അറിവുള്ള ഏതൊരു വിദ്വാൻ അങ്ങയുടെ പാദപത്മത്തെ സേവിക്കാതിരിക്കും? ഈ മനുഷ്യജന്മം കെട്ടിയിട്ട് ഭാഗവതത്തെ ഉപാസിക്കാതെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് അത് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. വിവേകമുള്ള ഏതൊരുവനും സേവിക്കും നിശ്ചയം. വിവേകമുള്ള ഏതൊരുവനും ഭഗവാന്റെ, ഈശ്വരൻ്റെ, ജഗതീശ്വരൻ്റെ തിരുപാദപത്മങ്ങളെ ആശ്രയിക്കാതെ ഇരിക്കില്ല. നിശ്ചയം. ഞങ്ങളുടെ ഗുരുവായ ശ്രീ രുദ്രനും നാശഭയം നിമിത്തം ആ പാദത്തെ സേവിച്ചു തന്നെ ഇരിക്കുന്നു. അനുഭവജ്ഞാനമില്ലെങ്കിലും പരമ്പരാക്രമണത്തെ അനുസരിച്ച് 14 മനുക്കളും ആ പാദാരവിന്ദത്തെ തന്നെ ആരാധിച്ച് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്കൊന്ന് നിർത്താം. എന്താ പറയുക, ഇത്രയൊക്കെ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? സാക്ഷാൽ ശ്രീമൻ നാരായണനെ പറ്റിയിട്ട്. ആ ശ്രീമൻ നാരായണൻ നമ്മുടെ ഉള്ളിൽ
അന്തര്യാമിയായിട്ടും ജീവനായിട്ടും കുടികൊള്ളുന്നു എന്നും ആ ജീവൻ അന്തര്യാമിയായിരിക്കുന്ന പരബ്രഹ്മത്തെ അറിയാതെ കണ്ടിരിക്കുന്നത് പുനരഭിജനനം പുനരഭിമരണത്തിലേക്കുള്ള ടിക്കറ്റ് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന പോലെയാണ്. ഏതൊരു ജീവനാണ് സഹനശക്തി കൊണ്ട് തൻ്റെ ഉള്ളിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തേജോപുഞ്ചത്തെ ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തിന് അധികാരിയായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപത്തെ അനുമാനം കൊണ്ടും ലക്ഷണശാസ്ത്രം കൊണ്ടും അറിഞ്ഞ് ജീവിത സന്ധാരണത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മോക്ഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നമസ്കാരാദി അഞ്ജലീബന്ധമൊക്കെ ചെയ്ത് ആ ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. അതിന് നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ലോകാ സമസ്ത സുഖിനോ ഭവന്തി ആയിരിക്കണം എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.